ഷാജൻ ചേട്ടാ, ഈ നാൽവർ സംഘത്തിനെ കുറിച്ച് ഷാജോൻ ചേട്ടൻ എന്താണ് പറയുക? ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഒരു സംഭവം നമ്മുടെ ചാലിപ്പാലയുടെ കാര്യം പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ചേർന്നല്ലേ ചാലിപ്പാലനെ ഈ പൊക്കിക്കൊണ്ട് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഞങ്ങള് നല്ല വെയിറ്റ് അല്ല, ചാലിച്ചാൻ എടുക്കാൻ ഭയങ്കര വെയിറ്റ്. അപ്പൊ ഉച്ചയ്ക്ക് ചാലിച്ചാൻ ഉണ്ണാൻ ചെന്നിരിക്കുമ്പോൾ ചാലിച്ചാൻ ബീഫൊക്കെ കൊളസ്ട്രോൾ ഉണ്ടോ, കുറച്ച് കഴിച്ചാൽ മതി, കാര്യം തടി കൂടിയാ ഞങ്ങൾക്ക് പൊക്കിക്കൊണ്ട് നടക്കണ്ടേ. ഒരു ദിവസം ചാലിച്ചാൻ എന്തോ എഴുതി പറ്റും നമുക്ക് പറഞ്ഞു, ഡയലോഗൊക്കെ പഠിച്ചിട്ടൊക്കെ ചെയ്യേ, സിംഗ് സൗണ്ട് ഒക്കെ വരാൻ പോവാണ് ഇനിയിപ്പം സിനിമയില്. ഡയലോഗ് പഠിക്കാറുണ്ട് എങ്ങനെയാ ചെയ്യുന്നത്? എന്താ അത് പറഞ്ഞ് സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തായിരിക്കും തിയേറ്ററിൽ വരുന്നത്. സ്പോട്ടിൽ ഷൂട്ട് ചെയ്യുന്ന റെക്കോർഡ് ഞാൻ പുതിയൊരു കണ്ടുപിടുത്താന്ന് പറഞ്ഞു. പിന്നെ ചാലിപ്പാല ഇതൊക്കെ എന്നോട് വൈരാഗ്യമുള്ള ഏതോ ഒരുത്തൻ കണ്ടുപിടിച്ചതാണ്. അതായത് പഠിക്കാന്നുള്ളതല്ല, ഡയലോഗ് പഠിക്കാന്നുള്ളതല്ല, കണ്ടുപിടിച്ചത് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താൻ എന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ആരോ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പ്രോംപ്റ്റിംഗ് ഒന്നും നടക്കില്ല കേട്ടോ ചാലിപ്പാല, ഇനി ഡയലോഗുകൾ പഠിച്ചിട്ട് അഭിനയിച്ചാലേ ഇനിയുള്ള കാലഘട്ടത്തിൽ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പുള്ളി കുറെ നേരം ആലോചിച്ചു. സീരിയസ് ആയിട്ട് പുള്ളിക്ക് അതിന്റെ റീസൺ കണ്ടുപിടിച്ചത് അതാണ്. പുള്ളി എങ്കിലും ഞാനിനി പഠിക്കാം എന്നാണ് പറയാൻ പോകുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. പുള്ളി കുറെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞത് ഇതാണ്, എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാണ്. പുള്ളി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് സ്റ്റാർ സ്റ്റഡാണ് സിനിമ. ഈ ഇരിക്കുന്ന നാലുപേര് മാത്രമല്ല, ഇതൊന്നും ഒന്നുമല്ല. ആളുകൾക്ക് ഇവിടെ ഇല്ലാത്തവരാണ് കൂടുതൽ. ഇപ്പൊ നയൻതാര, അതുപോലെ പെൺകുട്ടികളെ വിട്ടഭിനയിക്കുന്നത് ബജാദനും ചേട്ടൻ, എന്റെ പിള്ളേര്. അതിനോട് ഞാൻ ഫോണിലൂടെ ഒരു 10 മിനിറ്റ് ഈ ക്യാരക്ടർ ഇതിന്റെ ഒരു ടോട്ടൽ ഇതും പറഞ്ഞപ്പോ ഇതൊക്കെ ഞാൻ ചെയ്യാം എന്ന് ഉടനെ പറയാ. വലിയൊരു ടേണിങ്. പടം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നയൻതാരയുടെ വേറൊരു ഇമേജ് ആയിരിക്കും പടത്തിൽ വരുന്നത്. പുതിയൊരു മുഖമാണ് അവർക്ക്. അല്ല, വേറെ ആ ക്യാരക്ടർ തമ്മിൽ ബന്ധമുണ്ട്. ഇത് വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള, വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, നല്ല സട്ടിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ള ഒരു പുതിയ അഭിനയ രീതിയും നമ്മൾ സിനിമ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വന്ന അബൂസലിയും വരെ ഒരു സീനിലുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ആ വേഷത്തിൽ. പിന്നെ വേറെ നമ്മൾ ഇവര് കാര്യം പറഞ്ഞില്ല, ഇഷാ തൽവാർ ഒരു സിനിമ ആക്ട്രസ് ആയിട്ട് തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഒരു ഗസ്റ്റ് റോളിലാണ്. പക്ഷെ ഭയങ്കര രസമാണ് അവരുടെ ആ പോർഷനും ഒക്കെ ഭയങ്കര രസം. വിട്ടുപറയാത്തോണ്ട് സിനിമ ഒന്നും അറിയാം, കണ്ടാസ്വദിക്കാനുള്ള സിനിമയാണ്. നല്ല ഫോട്ടോഗ്രാഫിയാണ് വിജയ്. നമ്മൾ കാണാത്ത അത്ര മറ്റേ എന്താ പറയാ, വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു, ഞാനിപ്പോ ഇത് കണ്ടത് പാട്ടുകൾ കണ്ടാൽ നല്ല പ്ലസന്റ് ആണ് സിനിമ. ഒരു കൺകുളിർക്ക് കാണുന്നില്ല, കണ്ണൊരു കുളിമ ഉണ്ടാവും. മനസ്സിലായിരം കസവ് നെയ്യുമേ നെയ്യാമ്പൽ പൂവെന്നോരത്ത്, ചെറുകുറുമ്പുമായി ചിറകുരുമ്മിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത്, ഒരു നിഴല് പോൽ നിന്നിനവുകളിൽ ചിരി മധുരമായി നോവുകളിൽ ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ. കണ്ണിലേ മനസ്സിലായിരം കസവ് നെയ്യുമേ നെയ്യാമ്പൽ പൂവെന്നോരത്ത്, ചെറുകുറുമ്പുമായി ചിറകുരുമ്മിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത്. ചേട്ടൻ ഇന്ന് എവിടേക്കാണ്